ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്നലെയായിരുന്നു പ്രതിയായ ഷിംജിതയെ പിടികൂടിയത്. ബന്ധുവീട്ടിൽ നിന്നായിരുന്നു പിടികൂടിയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിംജിത ഏകദേശം 7 വീഡിയോകളാണ് ദീപകിൻ്റേത് ചിത്രീകരിച്ചത്. അതെന്തിനാണ് 7 വീഡിയോ തനിച്ച് റെക്കോർഡ് ചെയ്തത് എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം 7 വീഡിയോകളിൽ വ്യക്തമായ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഷിംജിത ശ്രമിച്ചിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഷിംജിത തന്നെ പുറത്തുവിട്ടിരുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആദ്യം റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ നിന്നൊന്നും ഒന്നും വ്യക്തമല്ല. അതുകൊണ്ട് ഷിംജിത തന്നെ ദീപകിന്റെ അടുത്ത് ചെന്ന് തട്ടയും മുട്ടയും ഒക്കെ ചെയ്ത് പിന്നീട് അതൊരു കണ്ടന്റാക്കി മാറ്റി. ബസ്സിൽ പീഡനമോ ശാരീരിക ഉപദ്രവമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ദീപക് ആത്മഹത്യ ചെയ്തത് വീഡിയോ പ്രചരിപ്പിച്ചതിലുള്ള മനോവിഷമത്തെ തുടർന്നെന്നും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ്. ഷിംജിത മുസ്തഫയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു. എന്നാൽ പിടികൂടിയതിനു പിന്നാലെയും ലൈംഗിക അതിക്രമം തനിക്കെതിരെ ഉണ്ടായെന്ന് ഷിംജിത വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഷിംജിതയുടെ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ്. ഷിംജിത മുസ്തഫയുടെ ഫോൺ വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ദീപകിന്റെ വീട്ടിന് ധനസഹായമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ആ മകനെ ആർക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ആ അമ്മ കരയുന്ന വീഡിയോ ഇന്നും പലർക്കും വേദന മാത്രമാണ്. ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ആ അമ്മയുടെ കരച്ചിലും നിലവിളിയും കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ യുവതിയെ തീർച്ചയായും തക്കതായ ശിക്ഷ കൊടുത്ത് സമൂഹത്തിൽ ഇതുപോലെ ആണുങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു കനത്ത തിരിച്ചടി നൽകണമെന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.